അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം പലപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ് നമ്മുടെ ദുനിയാവിൻ്റെ കാര്യം. ആ കാര്യങ്ങളൊക്കെയും റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. ദുനിയാവ് റബ്ബിനോട് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. പക്ഷേ അത് പരിധി വിട്ടുപോകുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ദുആകൾ, നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനായി മൊത്തത്തിൽ അതൊക്കെയും ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം ആയി പോകുന്നുണ്ട്. അതേ, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്നും അതുമാത്രം നമുക്ക് വിഷമം, അതുമാത്രം നമുക്ക് വേജാറ് എന്ന രീതിയിൽ പലപ്പോഴും റബ്ബിനോട് അതുമാത്രം നാം ചോദിച്ച് അതേ ആഖിറം ചോദിക്കാൻ നമുക്ക് പലപ്പോഴും മറന്നു പോവുകയാണ്. അതിന് ദുനിയാവ് ചോദിക്കുന്നത് തെറ്റല്ലെങ്കിലും ദുനിയാവ് മാത്രം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മോശമാണ്, വലിയ ഖേദകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മൻ സഅല അല്ലാഹ അസ്സ വജൽ അദ്ദുനിയ, ഒരാൾ ദുനിയാവിനെ മാത്രം റബ്ബിനോട് ചോദിച്ചാൽ ഫഇന്നമാ യസ്അലുഹു തൂലൽ ഉഖൂഫി യൗമൽ ഖിയാമ, ഒരാൾ ദുനിയാവിനെ മാത്രമാണ് റബ്ബിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഏതുപോലെ ആയി എന്ന് പറഞ്ഞാൽ അതേ നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ കുറേ നേരം നിൽക്കാൻ അത് കാരണമാവുകയാണ്. അതായത്, റബ്ബേ, എനിക്ക് നിന്റെ മുമ്പിൽ നീ എന്നെ കുറേ നേരം ഹിസാബെടുക്കണം, കണക്ക് ചോദ്യം ചെയ്യണം എന്ന ചോദ്യം പോലെ ആയി അയാൾ ദുനിയാവ് ചോദിക്കുന്നത് എന്ന്. എന്തായി പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അതെ, ഒരാൾക്ക് ദുനിയാവ് ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോഴേക്ക് റബ്ബിൻ്റെ ചോദ്യങ്ങൾ കൂടുകയാണ്. അതേ, റബ്ബിൻ്റെ മുമ്പിൽ നാളെ ആഖിറത്തിൽ റബ്ബ് നമ്മെ ചോദിക്കാൻ നിന്നാൽ നാം കൊടുങ്ങും. ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമാണ് ആഖിറത്തിൽ റബ്ബ് നമ്മെ ചോദിക്കുക, ഹിസാബെടുക്കുക എന്നുള്ളത്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഖിറ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വന്നാൽ അതിനേക്കാൾ കഷ്ടപ്പാട്, അതിനേക്കാൾ ഭയാനക മറ്റൊന്നില്ല. കാരണം റബ്ബിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് റബ്ബൊന്നും ചോദിക്കാതെ എങ്ങനെങ്കിലും ചെറിയ ഹിസാബൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കടത്തിയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ അവൻ ദുനിയാവിന് കൂടുതൽ ചോദിക്കുന്നവൻ ആകരുത്, ദുനിയാവിനെ കൂടുതൽ കൊതിക്കുന്നവൻ ആകരുത്. ദുനിയാവിനെ കൂടുതൽ കൊതിക്കുക, ദുനിയാവിനെ കൂടുതൽ റബ്ബിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതേ റബ്ബിൻ്റെ മുമ്പിൽ നാളെ ആഖിറത്തിൽ കുറേ നേരം നിൽക്കാൻ അത് കാരണമാവുകയാണ്. നിൽക്കാൻ വേണ്ടി അത് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി. ആരും അത് ചോദിക്കൂലല്ലോ. എന്നെ നീ കുറേ നേരം കണക്ക് ഹിസാബ് ചെയ്യണമെന്ന് ആരും ചോദിക്കൂല. പക്ഷേ ദുനിയാവ് ചോദിച്ചാൽ അത് ചോദിച്ചതുപോലെയാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ, മഹാന്മാരുടെ ചിന്തകൾ അങ്ങനെയാണല്ലോ. ദുനിയാവ് ചോദിക്കൽ ഒരിക്കലും തെറ്റല്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാവുകയാണ്. അതേ, ദുനിയാവ് റബ്ബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ അതൊരിക്കലും പരിധി വിട്ട് റബ്ബിൻ്റെ ചിന്തയില്ലാതെ ദുനിയാവ് മാത്രം ഏതു സമയത്തും നിസ്കരിച്ചാലും ഖുർആനോദിയാലും നല്ല അമലുകൾ ചെയ്താലും ദിക്റുകൾ ചൊല്ലിട്ട് സ്വലാത്തുകൾ ചൊല്ലിട്ട് ഇതിൻ്റെ ശേഷമെല്ലാം നാം ദുആർക്കുന്ന ദുആകളിലൊക്കെയും നാം റബ്ബിനോട് ചോദിക്കുന്നത് പലപ്പോഴും ദുനിയാവ് മാത്രമാണ്. ഇവിടെ ഒരു സുഖം, ഇവിടെ ഒരു സന്തോഷം, ഇവിടെ ഒരു ആരോഗ്യം, ഇവിടെ ഒരു ആഫിയത്ത്, ഇതൊക്കെ വേണ്ട എന്നല്ല. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ആഖിറമാകണം, അത് ചോദിക്കണം. അതും റബ്ബല്ലേ നൽകുന്നവൻ, അവനല്ലേ നമ്മെ രക്ഷപ്പെടുത്തേണ്ടവൻ. ആ ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ടത്.
ഇവിടെ റബ്ബ് ദുനിയാവ് നൽകിയാലും നൽകില്ലെങ്കിലും കുറച്ചു കാലം മാത്രമാണ്. ഒരാൾക്ക് ധാരാളം ദുനിയാവ് നൽകി, പക്ഷേ അവന് കുറച്ച് അവൻ്റെ ആയുസ് തീരുമ്പോഴേക്ക് ഒക്കെയും നഷ്ടപ്പെട്ടു. അതേ സമയത്ത് ഒരാൾക്ക് ദുനിയാവിൽ വലിയ ബുദ്ധിമുട്ട് നൽകി, പക്ഷേ അതും കുറേ കാലം സഹിക്കേണ്ടി വരില്ല, അവൻ്റെ ആയുസ് തീരുന്നത് വരെ മാത്രമാണ്. പക്ഷേ ആഖിറം അങ്ങനെയല്ല, മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതം അങ്ങനെയല്ല. അതേ മരണത്തോടു കൂടെ സന്തോഷമാണോ വിജയമാണോ? എന്നേക്കുമുള്ള വിജയമാണ്. അതേ മരണത്തിൻ്റെ ശേഷം പരാജയമാണോ? പിന്നീട് മൊത്തം പരാജയമാണ്, പിന്നെ രക്ഷപ്പെടലില്ല. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കേണ്ടത് ഇവിടെ നിന്നാണ്, ഇവിടെയാണ് അധ്വാനിക്കേണ്ടത്, ഇവിടെയാണ് റബ്ബിലേക്ക് മടങ്ങേണ്ടത്. അപ്പോൾ റബ്ബിനോട് ധാരാളം ചോദിക്കേണ്ടത് ആഖിറമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആ നല്ല വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.